ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണല്ലോ, ഗംഗപ്രസാദ് ഡോക്ടറെ ഉപദ്രവിച്ചിട്ടാണല്ലോ അവിടുന്ന് ചാടിപ്പോയത്. അപ്പോൾ ഗംഗപ്രസാദ് ഉപദ്രവിച്ചുകൊണ്ടപ്പോൾ നമ്മുടെ ഡോക്ടറിൻ്റെ തലയിൽ കെട്ടിയ ഡോക്ടറും തലക്കെട്ടുമായിരിക്കുന്ന ഡോക്ടറും രണ്ട് പോലീസുകാരും അവിടെ ഇരിക്കുമ്പോൾ ഓടി വന്നിട്ട് നമ്മുടെ സെക്യൂരിറ്റി പറയാം DM വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുകയാണേ. അപ്പോൾ മെഡിക്കൽ ഓഫീസർ വന്നിട്ട് പറയുവാണ് നേരെ, എന്തായി മെഡിക്കൽ ഓഫീസറായി എനിക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കോളും. ഡോക്ടർ പറയാം, ഞാൻ നേഴ്സിനെ പോലും കൂട്ടാതെയാണ് സർ പോയത്. പെട്ടെന്ന് വെള്ളം വേണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. വെള്ളം എടുക്കാനേ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് എൻ്റെ മൂക്ക് പൊത്തി പിടിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സർ എന്ന് പറയാം. മെഡിക്കൽ ഓഫീസർ പറയാം, ഓർമ്മ വന്നപ്പോൾ സംഭവം വിവാദമായല്ലോ, ന്യൂസൊക്കെ പൊങ്കോട്ടിരിക്കുകയാണ്. പുറത്തു പോയി എവിടെ പോയെന്നോ എന്ത് പോയെന്നോ എവിടെയാണെന്നോ ഒരു എന്തുമില്ല. അവൻ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ ക്രിമിനലിൽ ഒരാളാണവൻ. നിങ്ങളൊക്കെ എന്ത് നോക്കിയിരിക്കുമായിരുന്നു? പോലീസുകാരൻ പറയാം, ഡോക്ടർ അകത്തേക്ക് പോയി ആ വേഷത്തിൽ തന്നെ അവൻ തിരിച്ചു വന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ മാസ്കും വെച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ഓഫീസർ പറയാം, എന്തായാലും തലവേദനയായി, എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം, അല്ലെങ്കിൽ പലരുടെയും ജോലി തെറിക്കും. ഡോക്ടർ വേഷത്തിൽ ഒരുത്തൻ റിസപ്ഷനിലൂടെയാണ് അവൻ പുറത്തേക്ക് പോയത്. ആ സമയത്ത് ആർക്കും ഒരു സംശയവും തോന്നിയില്ലല്ലേ? താനല്ലായിരുന്നോടോ ഇവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്? അപ്പോൾ പാവം പിടിച്ച സെക്യൂരിറ്റി, അതെ സർ. എന്നിട്ട് താൻ കണ്ടില്ലേ ഡോക്ടർ വേഷത്തിൽ ഒരുത്തൻ ഹോട്ടലിൽ കയറി പോകുന്നത്? ശ്രദ്ധിച്ച് കാണില്ലല്ലേ? താനൊക്കെ എന്തിന് മണ്ടനാണോ, മരമണ്ടൻ. പുള്ളിക്കാണങ്ങനെ ദേഷ്യം വരും കേട്ടോ. പോലീസുകാർ പറയണോ, ഓട്ടോയുടെ നമ്പറൊക്കെ CCTV വഴി കിട്ടിയിട്ടുണ്ട്. ഉടനെ മെഡിക്കൽ ഓഫീസർ പറയണേ, ഇത്തരക്കാർ പുറത്തു പോയാൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അവൻ്റെ ചരിത്രം വായിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. ജയിലിനകത്ത് തല്ലുണ്ടാക്കി തല പൊളിച്ച് ഇവിടെ വന്നതുപോലും രക്ഷപ്പെടാനാണെന്നാണ് എൻ്റെ സംശയം. അപ്പോൾ ഡോക്ടർ പറയാ, വലിയ അവശനായിരുന്നു സർ അവൻ കിടന്നത്. മെഡിക്കൽ ഓഫീസർ പറയാം, എന്നിട്ട് തന്നെ ശ്വാസം മുട്ടിച്ചപ്പോൾ അവശതയൊന്നും കണ്ടില്ലായിരുന്നല്ലോ. അവനൊരു കുഴപ്പവും കാണത്തില്ല. അവൻ്റെ ആരോഗ്യസ്ഥിതി കൃത്യമായി മനസ്സിലാക്കാതെ പോയ ഡോക്ടർമാരുടെ വീഴ്ച തന്നെയാണ്. താൻ ആരുതോ ഡ്യൂട്ടി ഡോക്ടർ അല്ലേ? അതെ, തൻ്റെ സീനിയർ എന്തേ ഇപ്പോൾ വരും എന്ന് ഡോക്ടർ പറയുവാണേ. മെഡിക്കൽ ഓഫീസർ പറയാം, വരട്ടെ, അങ്ങേർക്കുള്ളത് ബാക്കി കൊടുക്കാന്നുള്ള സ്റ്റൈലാണ് വരട്ടെ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ പോലീസുകാരെല്ലാം റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് പോകുന്ന ഓട്ടോറിക്ഷ എല്ലാം പരിശോധിക്കുക, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നോക്കുക കേട്ടോ, എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ആ സമയത്ത് നോക്കുമ്പോൾ ഒരു 2 വീലർ വരികയാണ്. ബാക്കിലൊരുത്തൻ, ഫ്രണ്ടിലൊരു പെൺകുട്ടി വണ്ടി ഓടിക്കുന്നു, ബാക്കിലൊരുത്തൻ ഹെൽമെറ്റും വെച്ചിരിക്കുന്നു. അപ്പോൾ പോലീസുകാരൻ ചോദിക്കാൻ, എവിടെ ഹെൽമെറ്റ്? വണ്ടി സൈഡിലോട്ട് വെക്ക്, എടാ നിൻ്റെ ഹെൽമെറ്റ് പൊക്കടാ എന്ന് പറഞ്ഞിട്ട് അവൻ ഹെൽമെറ്റ് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ അവനല്ല, അപ്പം എന്ന് വെച്ചാൽ വണ്ടി ഒതുക്കാനായിട്ട് പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എവിടെ പോയി ഗംഗാപ്രസാദ് എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് നമ്മുടെ പോലീസുകാരൻ്റെ ഫോണിലോട്ടൊരു കോൾ വരിക. പുള്ളിയുടെ ഹെഡിൽ നിന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുകയെ. ആ സീനിയർ വിളിച്ചിട്ട് പറയുകയാണ്, എടോ എല്ലാവർക്കും ഒരു ട്രാൻസ്ഫർ ഉടനെ ഉണ്ടാവും, എല്ലാവരും അതിന് വേണ്ടിയിട്ട് കാത്തിരുന്നോ. ഡോക്ടറിൻ്റെ വേഷമിട്ട് അവിടെ വന്നത് പോയതൊന്നും നിങ്ങളൊക്കെ പിന്നെ എന്നാ കുന്തത്തിനാണ് അവിടെ പുറത്തു കുത്തിയിരുന്നത്? പിന്നെ 4-5 തവണ അവനെ പുറത്തു ചാടിയോ അങ്ങനെ പല പല കേസുകളിലൊക്കെ ഇവൻ പെട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല. ഏതെങ്കിലും ഓണം കയറാൻ മൂലയിലോട്ട് എല്ലാത്തിനും ട്രാൻസ്ഫർ കിട്ടും, വെയിറ്റ് ചെയ്തോ എന്ന് പറയും. പോലീസുകാരനാണ് ആകെ വിഷമിച്ച് പുള്ളി ഫോൺ വയ്ക്കുവാണേ. ഇതേ സമയത്ത് നമ്മുടെ ജയിലിൽ രാഹുൽ കുറച്ച് ചവറൊക്കെ ഇട്ട് ഇങ്ങനെ വരണ്ടി കത്തിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ആ സമയത്ത് അപ്പുറത്ത് വിക്രം കുറേ പേരുമായിട്ടൊക്കെ ചവറൊക്കെ വാരിയിട്ട് കൊട്ടയിലും ആക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മനോഹർ അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ, ജോലിയൊക്കെ ചെയ്ത് തളർന്ന് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് വാർഡൻ വന്നിട്ട് പറയാം, എടാ നിനക്കൊക്കെ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എല്ലാവരുടെയും നെഞ്ചിൽ തീ കോരിയിട്ടിട്ട് നിൻ്റെയൊക്കെ കൂട്ടുകാരനില്ലേ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയിട്ടുണ്ട്. ഗംഗപ്രസാദില്ലേ, വിക്രത്തിനാണ് അങ്ങ് മുഖമൊക്കെ അങ്ങ് സന്തോഷം കൊണ്ട് അങ്ങ് ചിരിയൊക്കെ വരുവാണ് കേട്ടോ. നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോടാ. അപ്പോൾ വിക്രം ഇങ്ങനെ അനങ്ങാതെ സൈലൻ്റായി നിൽക്കുവാണ്. എന്ന് വെച്ചു അവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നത് അവൻ കലക്കാൻ സാധ്യതയുണ്ട്. വിക്രം പറയാം, അതേപ്പറ്റിയൊന്നും ഞങ്ങൾക്കറിയില്ല സാറേ, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ജയിലിൽ കിടക്കുന്ന ഞങ്ങളെങ്ങനെ അറിയാനാ? അയ്യോ പാവം പിടിച്ചൊരുത്തൻ പറയുവാണ്. വാർഡൻ പറയാം, എടാ അവൻ ജയിലിലുള്ള സമയത്തും ജയിലിൽ ചാടാൻ പോകുന്നതും ഒക്കെ എല്ലാ ഏർപ്പാടും നിങ്ങൾക്കൊക്കെ അറിയാം. അവൻ എന്താണ് ലക്ഷ്യം വെച്ച് പോയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ആരുടെയൊക്കെ തലയെടുക്കുന്നതും അറിയില്ല. സൂപ്രണ്ടിനെ പോലും നോട്ടമിട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കമ്പി വളച്ച് ജയിൽ ചാടാൻ ശ്രമിച്ച സമയത്ത് അങ്ങേരെ കർണക്കുറ്റിക്കിട്ട് ഒരെണ്ണം കൊടുത്തിരുന്നു. അപ്പോൾ വിക്രം പറയാം, ഗംഗേട്ടനെ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവസരം കിട്ടിയാൽ അത് തിരിച്ച് കുത്തിയിരിക്കും, ഉറപ്പായ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ പറയാം, ആ സൂപ്രണ്ടിനെ
എടാ ഒന്ന് സൂക്ഷിക്കാൻ പറയുമെന്ന് പറയാം. വാർഡൻ പറയാം, എടാ നീ ചെന്ന് പറയടാ. പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല, എന്നോട് അവന് ശത്രുതയൊന്നുമില്ല, ഞാൻ മര്യാദക്ക് പണി പോലും അവനെ കൊണ്ട് എടുപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയാം, അതുകൊണ്ട് സാറിൻ്റെ ആയുസ്സിന് നല്ലതാന്ന് പറയുക. ഉടനെ മനോഹർ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുവാണേ. ഇതെല്ലാം മനോഹർ കേൾക്കുന്നുണ്ട്. അവൻ പറയാം, അവൻ്റെ പെങ്ങളെ മാത്രമല്ല കല്യാണി ഇനി കിരണിയെ ടാർഗറ്റ് ചെയ്യും, അത് ഉറപ്പാണ്. ദൈവമേ എൻ്റെ മോക്ക് തുണയായിട്ടുണ്ടാവണ കിരണും കല്യാണിയായിരിക്കും, അവർക്കൊരു അബദ്ധം വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടേ. പെട്ടെന്ന് അടുത്തതായിട്ട് കാണിക്കുന്നത് ചന്ദ്രൻ വണ്ടിയിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വന്ന് വണ്ടി വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ രൂപ പെട്ടെന്ന് വന്ന് വാതിക്കലിട്ട് നോക്കി. എന്താ ചന്ദ്രേട്ടാ? ചന്ദ്രൻ, സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങി നമ്മുടെ കുറ്റവാളി ഗംഗാപ്രസാദ്. രൂപ, പോലീസുകാരൊക്കെ കാവലുണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ ചന്ദ്രേട്ട ഇങ്ങനെ സംഭവിച്ചത്? ചന്ദ്രൻ, ലക്ഷ്മിയമ്മ എന്നോടും കിരണോടും ഒരു ആവശ്യം പറഞ്ഞിരുന്നു, ഞങ്ങൾ കേട്ടില്ല. അവനെ തീർക്കാൻ അവൻ ഹോസ്പിറ്റലിൽ അവർ ചെന്നിരുന്നു ലക്ഷ്മിയമ്മ. അപ്പോഴാണ് അവൻ അവിടെ ഇല്ലാന്ന് അവിടെ നിന്ന് ചാടി ഇതൊക്കെ അറിയുന്നത്. ഡോക്ടറെ അവൻ ഇടിച്ച് ബോധരഹിതനാക്കി അവിടെ ഇട്ടിട്ട് പൊയ്ക്കളഞ്ഞു, അയാളുടെ ഡ്രസ്സ് ഇട്ടിട്ടാ പോയി എന്ന് പറയുമ്പോൾ രൂപ പറയാം, വല്ലാത്തൊരു സംഭവമായിപ്പോയല്ലോ ചന്ദ്രേട്ടാന്ന് പറയാം. അപ്പോൾ ചന്ദ്രൻ പറയാം, കല്യാണി മോൾക്ക് ദുസ്വപ്നം കണ്ട ഫലിക്കുമെന്ന് താൻ എന്നോട് പറഞ്ഞിട്ട് ഉള്ളതല്ലേ, ഇനി അത് സത്യമാവുമോ എന്നാണ് എൻ്റെ പേടി. രൂപ പറയാ, എല്ലാവരോടും സംഭവം വിളിച്ചു പറഞ്ഞില്ലേ? ചന്ദ്രൻ പറയാ, കിരണും കല്യാണിയും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. കാർത്തികയുടെ കല്യാണം നിശ്ചയം ഈ സമയത്ത് അവൻ പുറത്തു വന്നത് വലിയ ക്ഷീണമാണ്. ഉടനെ രൂപ പറയുവാണ് കേട്ടോ, അവന് അവശത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കിരണും കല്യാണിയും അവനെ കണ്ടിട്ട് വന്നിട്ടും അങ്ങനെയാണല്ലോ പറഞ്ഞത്. ചന്ദ്രൻ പറയാം, അവൻ അവശതയെന്ന് പറയുന്നത് അവൻ്റെ നമ്പരല്ലേ, അവൻ അവിടെ അഭിനയിച്ച് കിടക്കുമായിരുന്നു, ചികിത്സിച്ച ഡോക്ടർക്ക് പോലും അത് അറിയാതെ പോയി. രൂപ പറയാ, ഇവൻ എന്ത് ജന്മമാണിത്? ചന്ദ്രൻ, ഇവനെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് തന്നെയാണ്. ജയിൽ സൂപ്രണ്ട് എന്നോട് പറഞ്ഞത് ചെന്നൈയിൽ അവൻ ചാടിയിട്ടുണ്ട്, ഇവിടെ അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തതാണ്, അതവൻ പിടിക്കപ്പെട്ടു. രൂപ, നമ്മളെ തേടിയൊന്നും അവൻ വരില്ല, പക്ഷേ കാർത്തിക മോളും ലക്ഷ്മിയമ്മയും സൂക്ഷിച്ചേ പറ്റേ, അതുപോലെ തന്നെയാണ് നമ്മുടെ കല്യാണി കിരണം, അവരും സൂക്ഷിച്ചേ പറ്റൂ എന്ന് പറയുവാണേ. ചന്ദ്രൻ പറയാ, അവൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം കാർത്തികയുടെ വിവാഹ നിശ്ചയം മുടക്കുക എന്നത് മാത്രമാണ്. ഞാനത് സിഇഒയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ കൂടെ ഒത്തിരി അവൻ ഫേസ് ചെയ്തിട്ടുള്ളവനാണ്, അതുകൊണ്ട് പോലീസിൻ്റെ പിടിയിൽ അവൻ ഒരിക്കലും ആവാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കും. പിന്നെ അന്ന് അവൻ പിടിയിൽപ്പെട്ടത് കല്യാണിയുടെയും കിരണിൻ്റെയും ബുദ്ധി കൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും അപകടം അവനൊന്ന് മണത്തിരുന്നെങ്കിലും അവൻ ഉറപ്പായിട്ട് രക്ഷപ്പെട്ടേനായിരുന്നു എന്ന് പറയുക. അപ്പോൾ രൂപ പറയാ, ആ പ്രകാശിനെ കുത്തിയത് അവൻ്റെ ആൾക്കാരാണല്ലോ എന്നല്ലേ നമ്മൾ സംശയിക്കുന്ന, അവരൊക്കെ ഇപ്പോഴും പുറത്തുണ്ട്, അത് ദോഷം ചെയ്യില്ലേ? ചന്ദ്രൻ പറയാ, അത് തന്നെയാണ് എല്ലാവരുടെയും പേടി, ലക്ഷ്മിയമ്മയെ നിരാശയാക്കി വിടേണ്ടേ ഇരുന്നില്ല, ഇനിയിപ്പോൾ എന്താ? ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പ്രകാശനും കിരണ, കല്യാണി, ദീപ ഇവരെയൊക്കെ കാണിക്കുകയാണ്. പ്രകാശം പറയുക, ലക്ഷ്മി പറഞ്ഞത് കേൾക്കണമായിരുന്നു, കേട്ടിരുന്നുവെങ്കിൽ ഇരുചെവി അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ നിങ്ങളുടെ പണവും സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോലീസിനെ കൂടെ നിർത്താമായിരുന്നല്ലോ. ദീപ പറയുക, അവനെപ്പോലെ ഒരാളെ എന്ത് ചെയ്താലും പോലീസുകാർക്ക് പോലും ഒരു പരാതി ഉണ്ടാവില്ല. കിരൺ പറയാം, അങ്ങനെയല്ലമ്മേ, പോലീസ് പ്രൊട്ടക്ഷനുള്ള ഒരു പ്രതിയാണ് അവനെ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് നടക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും അവനെ ചെയ്യാം. പോലീസ് സംരക്ഷണത്തിൽ കിടക്കുന്ന സമയത്ത് അവൻ എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം പോലീസിനായിരിക്കും. അതുകൊണ്ട് ആരാണ് തെറ്റ് ചെയ്യുന്നത് അവർക്ക് ശിക്ഷ ലഭിക്കും. അവിടെ പണവും സ്വാധീനമൊന്നും ഉപയോഗിച്ചിട്ടൊരു കാര്യമില്ല. പ്രകാശൻ പറയാം, ആ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു മനസ്സമാധാനം അതങ്ങ് നഷ്ടപ്പെട്ടു പോയി. മോളുടെ നിശ്ചയം ഇങ്ങനെ അടുത്ത് വരുമല്ലേ? ദീപ പറയാം, അതിനു മുമ്പ് ചാടിയവനെ കൂടുതൽ സംശയിക്കണം മോനെ, അതിന് മുന്നേ ആയിട്ടാണ് അവൻ ചാടിയിരിക്കുന്നത്, ഉറപ്പായിട്ട് അവൻ അത് മാത്രം ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ചാടിയിട്ടുള്ളതെന്ന് പറയാൻ. കിരൺ പറയേ, എല്ലാം ശരിയാ, അവൻ പുറത്തു പോയല്ലോ, ഇനി എന്ത് ചെയ്യാനാ? പറ്റുമെങ്കിൽ നമുക്ക് അവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. പ്രകാശൻ പറയേ, എടി നമുക്ക് അമ്പലം വരെ ഒന്ന് പോകണം, അവൻ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടണമെന്നും പ്രാർത്ഥിക്കണം. അവൻ്റെ പിന്നിൽ എൻ്റെ മോൻ കാണും, ചിലപ്പോൾ ആ രാഹുൽ കാണും, ചിലപ്പോൾ വലിയൊരു കൂട്ടം തന്നെ കാണും. കല്യാണി പറയാം, അയാളുടെ കാര്യം വിട ആ രാഹുലിൻ്റെ, പക്ഷേ വിക്രം ഉണ്ടാവും. ഗംഗപ്രസാദിനെ പോലെ എനിക്കും കാർത്തികേച്ചിക്കും എന്തെങ്കിലും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് വിക്രം. ദീപ പറയാം, എന്തായാലും അവൻ പുറത്തുള്ളതോട് നമുക്ക് ആശ്വസിക്കാൻ പറ്റില്ല. പ്രകാശൻ പറയാം, അവൻ അകത്ത് കിടന്നപ്പോഴും നമുക്ക് ആക്രമിക്കാൻ ഗുണ്ടകൾ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പുറത്തായാലും അകത്തായാലും പ്രശ്നമാണ്. അവൻ ജീവനോടെ ഉണ്ടായാൽ അത് വളരെ കുഴപ്പമാണ്, മരിച്ചാലും കുഴപ്പമാണ്, എങ്ങനെയായാലും കുഴപ്പമാണ്.
കല്യാണി പറയാ, സ്റ്റെഫിയെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംശയം അവളാണോ അവനെ സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നതെന്നൊരു സംശയമുണ്ട്. അവളെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് എല്ലാം അറിയാൻ പറ്റുള്ളൂ. കിരൺ പറയാ, അവൾ ഉൾപ്പെടെ പലരും അവന് സഹായത്തിന് പുറത്തുണ്ട്. കല്യാണി, നമുക്കൊരു കാര്യം ചെയ്യാം, കാർത്തികയുടെ വീട് വരെ ഒന്ന് പോവാം. അവൾ ഇപ്പോൾ നല്ല ടെൻഷനിലായിരിക്കും, നമുക്കൊന്ന് പോയി കണ്ടാലോ? അപ്പം കല്യാണി പറയും, ഇനി കാണുമ്പോൾ ലക്ഷ്മിയമ്മ കുറ്റപ്പെടുത്താതിരിക്കില്ല. പ്രകാശം പറയുക, കുറ്റം പറയുന്നതിലും കാര്യമുണ്ട് മോളെ. ലക്ഷ്മിക്ക് അറിയാം ആ ഗംഗാപ്രസാദ് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന്. അതുകൊണ്ടാണ് അവൾ നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞത്. നിങ്ങളൊരു തീരുമാനം എടുത്തിരുന്നത് ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്നോട് ലക്ഷ്മി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അവസ്ഥയിലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനായിരുന്നു എന്ന് പറയണേ. അപ്പം കല്യാണി പറയാ, അതുകൊണ്ട് അച്ഛനോട് പറയാതിരുന്നേ. അച്ഛനോട് പറഞ്ഞ ഉറപ്പായിട്ട് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛൻ ഇതൊക്കെ ചെയ്യുമെന്നും അറിയാം. പക്ഷേ പുതിയൊരു ജീവിതം കിട്ടിയതാണ്. അത് അച്ഛൻ അമ്മമാരോടൊപ്പം സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുക. അങ്ങനെ ഇനി ജീവിക്കാൻ ഒരു ജീവിതം കിട്ടിയതാണ്. പകയും പ്രതികാരവും ഒന്നും നമുക്ക് വേണ്ട എന്ന് പറയുകയാണേ. അപ്പോൾ കിരൺ പറയാം, ബാ കല്യാണി, നമുക്ക് എന്തായാലും പോയിട്ട് വരാമെന്ന് പറയാം. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, അവൾ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിലും ടെൻഷനിലാണ് എന്ന് വെച്ചാൽ കല്യാണി കിരൺ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ദീപയോട് പറയാം, കല്യാണി മോൾ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാൽ അവൾക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ദീപ് പറയാം, അവൻ നശിച്ചു പോവും, നമ്മുടെ മോനുണ്ടല്ലോ അസുരഗതി എന്തായെന്നറിയില്ല, നന്മയുള്ളവനും ഒരിക്കലും അവൻ നശിച്ചേ പോവുള്ളൂ, നന്മയുള്ളവരുടെ കൂടെ നിന്ന് നിൽക്കാതെ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് അവൻ നശിച്ചേ പോവുള്ളൂ എന്ന് പറയാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയമ്മയുടെ വീടാണ്. ലക്ഷ്മിയമ്മ ബൈജു കാർത്തിയെ കാണിക്കുക. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം, ഇന്നത്തോടെ അവൻ്റെ ശല്യം തീരുമെന്നും പൂർണ്ണമായും അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ് ഞാനങ്ങ് പോയത്, എല്ലാം തലകീഴായി മറിഞ്ഞു. കാർത്തിയെ പറയുക, ഇത്രയും പോലീസ് നിരീക്ഷണം ഉണ്ടായിട്ടും രക്ഷപ്പെട്ട അവൻ എങ്ങോട്ട് വരാൻ അത്ര പ്രയാസമൊന്നും ഇല്ലമ്മേ. അപ്പോൾ ബൈജു പറയാം, ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവുമെന്ന് ഓനറിയാം, മിക്കവാറും നോട്ടം ഇട്ടിരിക്കുന്ന ദിലീപേട്ടനെ ആയിരിക്കും. അപ്പോൾ ലക്ഷ്മിയും പറയാം, അതാണ് എൻ്റെയും പേടി, മോളുടെ കല്യാണം നന്നായി നടക്കാനാണ് ഞാൻ ഈ സാഹസത്തിനും കാണിക്കാനൊക്കെ പോയത്. അപ്പോൾ കാർത്തിയെ പറയാം, അമ്മ എന്നോട് ചോദിച്ചിട്ട് പോകണ്ടായിരുന്നോ? അമ്മ അങ്ങനെയൊക്കെ ചെയ്താൽ അമ്മയ്ക്കെതിരെ പോലീസ് കേസ് ആവില്ല, അമ്മയ്ക്ക് പിന്നെ എൻഗേജ്മെൻറ്റിനോ കല്യാണമോ കൂടാൻ പറ്റുമോ അമ്മേ? കല്യാണം പോലും നടക്കുമോ? ലക്ഷ്മിയും പറയാം, ആ നേരത്ത് ഞാനതൊന്നും ഓർത്തില്ല മോളെ, ജീവനോടിരിക്കുന്ന ഗംഗ എല്ലാവർക്കും ഭീഷണിയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പോയത് എന്ന് പറയുകയാണേ. അപ്പോൾ ആ സമയത്തേക്ക് പിന്നെ നമ്മുടെ കല്യാണി കിരണും കൂടി അങ്ങോട്ട് വന്ന് കയറുവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മിയമ്മ, എന്തായി മോനെ, വല്ല വിവരവും കിട്ടിയോ? കിരൺ പറയും, ഇല്ലമ്മേ, ഓരോ ഓട്ടോയിലാണ് അവൻ പോയതെന്നും ഓട്ടോയുടെ നമ്പറൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അയാളുടെ ഫോൺ നമ്പറിലൊക്കെ വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല. കാർത്തിക പറയുക, അയാളെ മിക്കവാറും അവൻ കൊന്നു തള്ളിയോന്ന് തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ ലക്ഷ്മിയും പറയാ, ശരിയാ മോനെ, ഓട്ടോ എടുത്തുകൊണ്ട് പോയി കാണും മിക്കവാറും അവൻ ആ ഓട്ടോറിക്ഷക്കാരനെ തല്ലിക്കൊന്നിട്ട്. അപ്പോൾ കല്യാണി പറയാം, തല പൊട്ടിക്കിടന്നവൻ ഇത്രയും ചെയ്യുമെന്ന് ആരും കരുതിയില്ല ലക്ഷ്മിയമ്മേ. നമ്മൾ പോയപ്പോഴൊക്കെ അവൻ ഭയങ്കര അവശത കാണിച്ച് അഭിനയിക്കുമായിരുന്നു. അച്ഛനും ഓവർ ടെൻഷൻ, അമ്മയോട് പറയുന്നുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോവാമെന്നൊക്കെ. കിരൺ പറയും, ഞാനും അവനും നേരിട്ട് മുട്ടിയപ്പോൾ ഞാൻ അടിച്ച് അവശനാക്കിയതാ. ആയുധമായി നേരിട്ട് വന്നാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, പക്ഷേ അവൻ നേരെ വരത്തില്ല, അവൻ പിന്നിലൂടെ ആയിരിക്കും വരുന്നത്. കാർത്തിക പറയാം, ചെന്നൈയിൽ പല ആൾക്കാരും പറയുന്നത് അവൻ മൂങ്ങയുടെ ജന്മമാണെന്നാണ്, ഇരുട്ടത്ത് അവൻ കാഴ്ചശക്തി കൂടും, അതുകൊണ്ട് പകൽ പ്രതീക്ഷിക്കണം, രാത്രി തന്നെ വരുള്ളൂ എന്ന് കാർത്തിക പറയാം. അപ്പോൾ ലക്ഷ്മിയും പറയാം, മക്കളെ നിങ്ങളും സൂക്ഷിക്കണം കേട്ടോ, ആരെ അവൻ ടാർഗറ്റ് ചെയ്തിരിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. കാർത്തിക പറയാം, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ അവനുണ്ട്, അവൻ മരിച്ചാലും മറ്റുള്ളവരെ കരയിപ്പിക്കണമെന്നൊരു ചിന്ത മാത്രമേ അവനുണ്ടാവുള്ളൂ. ബൈജു പറയാം, അളിയ കാറൊക്കെ നോക്കണേ, ബ്രേക്ക് അന്നത്തെ പോലെ വല്ലതും ചെയ്തിട്ടുണ്ടോയെന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കും. അപ്പോൾ കല്യാണി പറയേ, എൻ്റെ ബലമായ സംശയം സ്റ്റെഫിയുടെ ഒപ്പം അവൻ കാണുമെന്നാണ്, സ്റ്റെഫി അവനും തമ്മിൽ ബന്ധമുണ്ടെന്നത് ഉറപ്പായ കാര്യമാണ്. കിരൺ പറയാം, അവൻ പുറത്താരോ സഹായിക്കുന്നുണ്ട്, അതാ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയൊക്കെ സീനുണ്ടാക്കി പുറത്തു പോയതെന്ന് പറയാം. കാർത്തിക പറയാം, കാവൽ നിന്ന പോലീസിനെ പറഞ്ഞാൽ മതിയല്ലോ, എന്ത് പരിപാടി അവർ കാണിച്ചത്, അകത്തോട്ടൊരാളൊക്കെ പോകുമ്പോൾ കൂടെ പോകണ്ടേ. കിരൺ പറയും, അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, ആവശ്യത്തിന് അടിച്ചാൽ ഇവൻ കിടന്നിരുന്നത്. ഇതേ സമയത്ത് പ്രകാശിന് ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഇട്ട് കൊടുത്ത് ദീപ റെഡിയാക്കുകയാണ് കേട്ടോ. പ്രകാശൻ പറയുക, രാവിലെ എഴുന്നേറ്റപ്പം മുതൽ മക്കളുടെ ആയുസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നൊരു തോന്നലും ഒരു ഭയവും ഒക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ ദീപ പറയാം, ഒന്നും വിഷമിക്കേണ്ട, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വിഷമിക്കേണ്ടെന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് ദീപയുടെയും പ്രകാശിൻ്റെയും വിഷമങ്ങളും സങ്കടങ്ങളും പറച്ചിലാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഗംഗപ്രസാദ് എത്തിയില്ല എന്നുള്ളൊരു സമാധാനത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം.